പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പല പല കാര്യങ്ങളും ഞാൻ ചിന്തിച്ചു കൂട്ടിയെങ്കിലും അതിലൊന്നായിരുന്നു വെയിറ്റ് ഗെയിൻ. പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്റെ വെയിറ്റ് 62 kg ആയിരുന്നേ. ആ ഒരു ടൈമിൽ എന്നോട് ആരെന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ ഞാൻ നോ പറയില്ലായിരുന്നു. എന്ത് വേണേലും ഉണ്ടാക്കിക്കൊണ്ട് വന്നു, ഞാൻ കഴിച്ചോളാന്ന് പറയുമായിരുന്നു. എന്താന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു 9 മാസം നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ചിലർക്ക് വോമിറ്റിംഗ് കാണും, ചില സ്മെല്ലുകൾ ഇഷ്ടമില്ലാതെ കാണും. അപ്പൊ ചിലപ്പോൾ എല്ലാ ഫുഡൊന്നും കഴിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ 9ാമത്തെ മാസം എത്തിയപ്പോൾ ഞാൻ 72 kg അത് നോർമലാണ്. ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് പതുക്കെ 66 kg അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ഇത് ഇങ്ങനെ അങ്ങ് കുറഞ്ഞോളൂ എന്ന്. പക്ഷെ ഫീഡിങ് സ്റ്റാർട്ട് ആയപ്പോഴാണ് വിശപ്പെന്നൊക്കെ പറഞ്ഞാൽ നല്ല വിശപ്പ്. അങ്ങനെ ഞാൻ വീണ്ടും 69 കിലോയിൽ എത്തി കേട്ടോ. പണ്ട് ചെറുതായിട്ടൊന്ന് വയറ് ചാടിയാൽ തന്നെ വണ്ണം വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിപ്പോ പണ്ടത്തെ ഫോട്ടോ നോക്കുമ്പോൾ എന്ത് സ്ലിം ആയിരുന്നു എന്ന് ചിന്തിക്കും. ഈ ഒരു 11 മാസം കൊണ്ട് എന്റെ ബോഡി ചെയ്ത കാര്യങ്ങളും അതിനുണ്ടായ മാറ്റങ്ങളും എല്ലാം എനിക്ക് ഇപ്പോഴും ഒരു മാജിക് പോലെ ആട്ടോ തോന്നുന്നത്. ഒരു ദിവസം ഞാൻ കണ്ണാടിയിൽ എന്റെ വയറും സ്ട്രെച്ച് മാർക്സും ഒക്കെ നോക്കി നിൽക്കുമ്പോഴത്തേന് അനീഷൻ എന്നോട് വന്ന് പറഞ്ഞു കേട്ടോ, നീ ഇപ്പോഴും എപ്പോഴും സുന്ദരിയാണ്, നീ വയറൊക്കെ നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. അത് കേട്ടപ്പോൾ എനിക്ക് കിട്ടിയ ആശ്വാസം എന്തുമാത്രമാണെന്നറിയാവോ. ഈ വീഡിയോ ന്യൂ മോംസിന് വേണ്ടിയിട്ടുള്ളതല്ല, അവരുടെ പാർട്ട്നേഴ്സിനും ചുറ്റിനുള്ളവർക്കും വേണ്ടി. പ്രസവം കഴിഞ്ഞ മിക്ക പെണ്ണുങ്ങളോടും പറയും അങ്ങ് വീർത്തല്ലോ, എന്തൊരു വണ്ണം വെച്ചു എന്നൊക്കെ. നിങ്ങളെക്കാളേറെ അവരവരുടെ പണ്ടത്തെ ബോഡി എന്തുമാത്രം മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്ന് ചിന്തിക്കുമ്പോൾ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ആ വയറ് വലുതാകുന്നത് കണ്ട് സന്തോഷവർ തന്നെയായിരിക്കും ഡെലിവറി കഴിയുമ്പോൾ ആ വയറിനെ നോക്കി പരിഹസിക്കുന്നത്.